അമേരിക്കൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ പാലസ്തീൻ അനുകൂല പ്രതിഷേധക്കാർക്കെതിരെ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം നടത്തിയ അടിച്ചമർത്തലിന് ഇരകളായ വിദ്യാർത്ഥികളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തിരിക്കുകയാണ് അക്കാദമിക് വിദഗ്ധരും ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പിന്തുണയുള്ള ഇറാന്റെ അക്കാദമിക് ഉദ്യോഗസ്ഥർ. അമേരിക്കയിലെ സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ കുറ്റകൃത്യങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പിന്തുണ നൽകുന്നതിൽ രാജ്യത്തെ സർവകലാശാലകൾ അഭിമാനിക്കുന്നുവെന്ന് ഇറാനിലെ അക്കാദമിക് സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസമാണ് വ്യക്തമാക്കിയത്. പാലസ്തീനിലെ അടിച്ചമർത്തപ്പെട്ട ജനങ്ങൾക്കെതിരെ സയനിസ്റ്റ് ഭരണകൂടം നടത്തിയ അതിക്രമങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടി അതിനെതിരെ ശബ്ദമുയർത്തിയ വിദ്യാർത്ഥികളെ അടിച്ചമർത്തിയും അവരെ സർവകലാശാലകളിൽ നിന്ന് പുറത്താക്കിയും നടപടികളെടുത്തതിൽ നിന്നും അമേരിക്ക മുഖം എത്രത്തോളം വികൃതമാണെന്നുള്ളത് ഇപ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. പാലസ്തീൻ ലക്ഷ്യത്തോട് അനുകമ്പ കാണിച്ചതിന് അമേരിക്കൻ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ പുറത്താക്കുന്ന വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ ഇറാനിലെ സർവകലാശാലകൾ തയ്യാറാണെന്നും പ്രസ്താവനയിൽ വ്യക്തമാണ്. ഇറാനിലെ സുപ്രീം കൗൺസിൽ ഓഫ് ദ കൾച്ചർ റെവല്യൂഷൻ, അക്കാദമി ഓഫ് സയൻസ്, അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസ് എന്നിവയുമായി സഹകരിച്ച് ഇറാനിയൻ സർവകലാശാലകളിൽ പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രവേശനം സാധ്യമാക്കുമെന്നും ഇറാൻ അറിയിച്ചിട്ടുണ്ട്. അമേരിക്കയെ പിടിച്ചുകുലുക്കിയ പാലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളുമായി ബന്ധമുള്ള എല്ലാ സർവകലാശാല പ്രവർത്തകരും നാടുകടത്തുമെന്ന ഭീഷണിയെ തുടർന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടപടിയെടുക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നാളുകളായി. രാജ്യത്തുടനീളമുള്ള കോളേജ് ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ ആഴ്ചകളോളം ദിവസേന പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിരുന്നു. ക്യാമ്പയിനുകൾ നടത്തി വൻ പ്രക്ഷോഭങ്ങളാണ് ഭരണകൂടത്തിനെതിരെ ഉയർന്നു വന്നത്. മാർച്ച് 8-ന് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം നേടിയ മഹ്ദീൻ കഹ്ലിന്റെ അമേരിക്കൻ ഇമിഗ്രേഷൻ ഏജന്റുമാർ അറസ്റ്റ് ചെയ്ത് മുതൽ നടപടികൾ കൂടുതൽ ശക്തമാക്കി. ലൂസിയാനയിലെ ഒരു ഇമിഗ്രേഷൻ തടങ്കൽ കേന്ദ്രത്തിൽ തടവിൽ കഴിയുന്ന കഹ്ലി പാലസ്തീൻ അനുകൂല ക്യാമ്പസ് പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തതിന് നാടുകടത്തൽ നേരിടുന്നുണ്ട്. അമേരിക്ക കുറഞ്ഞത് 300 വിദേശ വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കുന്നതിനെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കി. ഇപ്പോൾ 300-ൽ കൂടുതൽ ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു. ഞങ്ങൾ എല്ലാ ദിവസവും ഇത് ചെയ്യുന്നുണ്ട്. ഈ വിദ്യാർത്ഥികൾ അമേരിക്കയുടെ വിനാശത്തിനും ദേശീയ സുരക്ഷാ താല്പര്യങ്ങൾക്കും എതിരാണെന്നും അദ്ദേഹം ആരോപിച്ചു. അതുമാത്രമല്ല, വിദ്യാഭ്യാസത്തിനായി അമേരിക്കയിലേക്ക് കുടിയേറിയ ശേഷം പ്രതിഷേധ പ്രകടനം ഉൾപ്പെടെയുള്ള ആക്ടിവിസത്തിന്റെ ഭാഗമായവർക്കെതിരെ നടപടി വീണ്ടും ഭരണകൂടം ശക്തമായി തന്നെ എടുക്കുകയും ചെയ്യും. അമേരിക്ക അനുവദിച്ചിട്ടുള്ള സ്റ്റുഡന്റ് വിസ റദ്ദാക്കിയതും എത്രയും പെട്ടെന്ന് രാജ്യം വിടണമെന്നുള്ള അറിയിപ്പ് വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിട്ടുണ്ട്. പാലസ്തീൻ അനുകൂല പ്രകടനങ്ങളിലും മറ്റും പങ്കെടുത്തവർക്കെതിരെയായിരുന്നു ആദ്യഘട്ടത്തിൽ നടപടി സ്വീകരിച്ചത്. ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട പോസ്റ്റുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ പോലും ഇപ്പോൾ നടപടി സ്വീകരിക്കുന്നുണ്ടെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത്. വിദ്യാഭ്യാസത്തിനായി വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന വിദ്യാർത്ഥികളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പോലും വിലക്കേർപ്പെടുത്തുന്നുവെന്ന ആക്ഷേപങ്ങളാണ് ഈ നടപടിക്കെതിരെ ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള ഏതാനും വിദ്യാർത്ഥികൾക്കെതിരെയും അമേരിക്കയുടെ വിസ റദ്ദാക്കൽ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് ടൈം ഓഫ് ഇന്ത്യ പറയുന്നത്. ഒരു രാഷ്ട്രീയ പോസ്റ്റ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കിടുന്നത് പോലും വിസ റദ്ദാക്കലിന് കാരണമാകുമെന്നാണ് ഇമിഗ്രേഷൻ അഭിഭാഷകൻ മുന്നറിയിപ്പ് നൽകുന്നത്. 2023-24 അക്കാദമിക് ഇയറിൽ 11 ലക്ഷം വിദ്യാർത്ഥികളാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിൽ എത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിൽ 3,31,000 വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. A1 വിസ എന്ന പേരിലാണ് അമേരിക്ക വിദ്യാർത്ഥികൾക്കുള്ള വിസ അനുവദിക്കുന്നത്. അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കുന്നതിനെ അമേരിക്കയിൽ താമസിക്കുന്നതിന് വിദേശ വിദ്യാർത്ഥികൾ അനുവദിക്കുന്ന നോൺ എമിഗ്രന്റ് വിസയാണ് A1 വിസ. സ്കൂൾ, കോളേജ്, സെമിനാറുകൾ തുടങ്ങിയവയിൽ വിദ്യാഭ്യാസത്തിന് ഈ വിസ ലഭ്യമാവുകയും ചെയ്യും.